ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒരുവിധം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് ഇനി തൊട്ട് ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം, കുറച്ചുകൂടി അതൊന്ന് തറവാൻ വേണ്ടി. ഇപ്പോൾ ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേ ബാക്ക് പീരീഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A company is considering the purchase of a machine. Two machines are available, A and B, each costing 1 lakh. Earnings after tax but before depreciation are expected to be as follows. 5 years ആണ് വരുന്നത്. Machine A cash inflow year 1 25,000, year 2 37,500, year 3 50,000, year 4 25,000, year 5 12,500. Machine B, year 1 12,500, year 2 37,500, year 3 50,000, year 4 37,500, year 5 25,000. Evaluate the two alternatives according to payback method. Payback method നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് is gonna be equal to the cost of investment. നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് എത്ര നാൾ കൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഈക്വലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. അതാണ് പേ ബാക്ക് പീരീഡോട് നമ്മൾ നോക്കുന്നത്. പേ ബാക്ക് പീരീഡ് എപ്പോഴും ഇയേഴ്സിലാണ്, വർഷക്കണക്കിലാണ് നമ്മൾ പറയുക. അതേപോലെ തന്നെ പേ ബാക്ക് പീരീഡ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ കുഴപ്പമില്ല, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രിസിയേഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ തരികയാണെങ്കിൽ ഡിപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്തിട്ട് ടാക്സ് കണ്ടുപിടിക്കണം, ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം, അതിനുശേഷം ഡിപ്രിസിയേഷൻ നമ്മൾ മൈനസ് ചെയ്യണം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷനിലോട്ട് വരാം. പേ ബാക്ക് പീരീഡ് നമ്മൾ നോക്കുന്നു. മെഷീനറി എ, മെഷീനറി എക്ക് വരുന്ന ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. മെഷീനറി എ ഇയർ 1 വരുന്ന 25,000 ആണ് ക്യാഷ് ഇൻഫ്ലോ, ഇയർ 2 37,500 ആണ്. അപ്പോൾ മെഷീനറി എ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 വർഷം കൊണ്ട് 62,500 ആണ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ 62,500 ആണ് നമുക്ക് ലഭിക്കുന്ന 2 വർഷം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ. ഇനി 1 lakh rupees എന്ന് പറയുന്ന കോസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് റിമൈനിങ് 37,500 ആണ്. 1 lakh rupees മൈനസ് 62,500 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് 37,500 ആണ്. അപ്പോൾ ഇയർ 3 മൂന്നാമത്തെ വർഷം 37,500 നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഈക്വലൈസ് ചെയ്യാൻ സാധിക്കും ക്യാഷ് ഇൻഫ്ലോസ്. ഇയർ 3 നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ 37,500 നമുക്ക് ലഭിച്ചാൽ മതി, പക്ഷേ ഇയർ 3 നമുക്ക് 50,000 rupees ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഏത് മാസമാണ്, എത്രാമത്തെ മാസമാണ് ഈ 37,500 നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുക നമുക്ക് നോക്കാം. അതാണ് 37,500 ഡിവൈഡഡ് ബൈ 50,000 ചെയ്തിരിക്കുന്നത്. അപ്പോൾ 37,500 ഡിവൈഡഡ് ബൈ 50,000 വിച്ച് ഈസ് ഈക്വൽ ടു 0.75 ഇൻറ്റു 12 ഒരു വർഷക്കണക്കിലൂടെ നമ്മൾ ആക്കണം. അപ്പോൾ 37,500 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 9 ആണ്. അപ്പോൾ 9 മാസം കൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള 37,500 നമ്മൾ തേർഡ് ഇയറിൽ നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പോൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ 2 years 9 months ആണ്. ഇതിൽ ആൻസറിൽ കൊടുക്കുന്ന 2 3/4 years ആണ്. നമ്മൾ നോക്കുമ്പോൾ 2 years 9 months എന്നാണ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ പറയുക. അപ്പോൾ നമ്മൾ മെഷീനറി എ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2 വർഷം കൊണ്ട് നമ്മൾ 62,500 നമ്മൾ മീറ്റ് ചെയ്തു. 1 lakh rupees മീറ്റ് ചെയ്യേണ്ട റിമൈനിങ് എമൗണ്ട് വരുന്നത് 37,500 ആണ്. തേർഡ് ഇയറിൽ നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ 50,000 ആണ്. അപ്പോൾ എത്രാമത്തെ മാസമാണ് നമ്മൾ 37,500 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വിലിബ്രിയം നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് 37,500 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 12 നമ്മൾ ചെയ്തത്. 9 months നമുക്ക് ലഭിച്ചു. അപ്പോൾ മെഷീനറി എ എന്ന് പറയുന്ന മെഷീനറിയുടെ പേ ബാക്ക് പീരീഡ് വരുന്നത് 2 years 9 months ആണ്. ഇനി മെഷീനറി ബി നമുക്ക് നോക്കാം.
മെഷീനറി ബീൻ്റെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 3 years ആണ്. 1 lakh rupees ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീനറി ബിക്ക് വരുന്നത്, ഇനീഷ്യൽ കോസ്റ്റ് വരുന്നത്. മെഷീനറി ബിയുടെ ക്യാഷ് ഇൻഫ്ലോസ് നോക്കാം. ഇയർ 1 12,500, ഇയർ 2 37,500, ഇയർ 3 50,000, ഇയർ 4 37,500 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇയർ 1 ഇയർ 2 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 12,500 പ്ലസ് 37,500 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് ലഭിക്കുന്നത് 50,000 ആണ്. 12,500 പ്ലസ് 37,500 ഈക്വൽസ് 50,000. ഇനി നമുക്ക് 1 lakh rupees എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റ് ഇക്വിലിബ്രിയം മീറ്റ് ചെയ്യാൻ വേണ്ടി 50,000 റിമൈനിങ് എമൗണ്ട് കൂടി നമുക്ക് ലഭിക്കണം തേർഡ് ഇയറിൽ കറക്റ്റ് നമുക്ക് 50,000 തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 3 വർഷം കൊണ്ട് 12,500, 37,500 ആൻഡ് 50,000 ഈ 3 ക്യാഷ് ഇൻഫ്ലോസ് 3 വർഷം കൊണ്ട് നമുക്ക് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒറിജിനൽ കോസ്റ്റ് 1 lakh rupeesൻ്റെ ഇക്വിലിബ്രിയം മീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ മെഷീനറി ബിയുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. Therefore, machinery A payback period is 2 years 9 months and machinery B payback period equals 3 years. But according to this, machinery A is better and suitable for the organization. കാരണം 2 വർഷം 9 മാസം കൊണ്ട് നമ്മൾ മുടക്കിയ കാശ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തിരിച്ചു കിട്ടും മെഷീനറി എ ആണെങ്കിൽ. മെഷീനറി ബി ആണെങ്കിൽ 3 വർഷം എടുക്കും. സോ അക്കോർഡിംഗ് ടു ദിസ് an advice to be given to the organization is opt for machinery A. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പേ ബാക്ക് പീരീഡ് ബേസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. മലബാർ ലിമിറ്റഡ് ഈസ് പ്രൊഡ്യൂസിംഗ് ആർട്ടിക്കിൾസ് മോസ്റ്റ്ലി ബൈ മാനുവൽ ലേബർ ആൻഡ് ഈസ് കൺസിഡറിംഗ് ടു റീപ്ലേസ് ഇറ്റ് ബൈ എ ന്യൂ മെഷീൻ. There are 2 alternative models M and N of the new machine. Prepare a statement of profitability showing the payback period from the following information. Ignore taxation. 2 മെഷീൻസ് തന്നിട്ടുണ്ട്, മെഷീനറി എമ്മും മെഷീനറി എന്നും. മെഷീനറി എമ്മിൻ്റെ ഞാൻ വായിക്കാം. എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് മെഷീൻ 4 years, കോസ്റ്റ് ഓഫ് മെഷീൻ 9,000, എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ സ്ക്രാപ്പ് 500, എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ ഡയറക്റ്റ് വേജസ് 6,000, additional cost of maintenance 800, additional cost of supervision 1,200. Machinery N നമുക്ക് നോക്കാം. Estimated life of machine 5 years, cost of machine 18,000, estimated savings in scrap 800, estimated savings in direct wages 8,000, additional cost of maintenance 1,000, additional cost of supervision 1,800. ഇതാണ് മെഷീനറി എമ്മും മെഷീനറി എന്നും നമുക്ക് തന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ആദ്യം തന്നെ മെഷീനറി എമ്മിൻ്റെ ഞാൻ വായിച്ചു തരാം. പേ ബാക്ക് പീരീഡിൻ്റെ ഫോർമുല വരുന്നത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇതാണ് പേ ബാക്ക് പീരീഡിൻ്റെ ഫോർമുല വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് മെഷീൻ മെഷീനറി എം ആണെങ്കിൽ 9,000, മെഷീനറി എൻ ആണെങ്കിൽ 18,000 ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ കാണേണ്ടത് നമുക്ക് എത്രയാണ് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ, ടോട്ടൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ് നമ്മൾ നോക്കണം. അപ്പോൾ ഇതിന് നമ്മൾ നോക്കുമ്പോൾ എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ സ്ക്രാപ്പ്, എസ്റ്റിമേറ്റഡ് സേവിങ്സ് ഇൻ ഡയറക്റ്റ് വേജസ്, ഇത് രണ്ടും നമുക്ക് ലഭിക്കുന്ന സേവിങ്സ് ആണ് മെഷീനറി എം എന്ന്. അപ്പോൾ നമുക്കതൊരു ഇൻഫ്ലോ ആണ്. അപ്പോൾ 500ഉം 6,000ഉം നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ സേവിങ്സ് ആണ് 6,500. ഇനി പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അഡീഷണൽ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ്, അഡീഷണൽ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷൻ 800 and 1,200 റെസ്പെക്റ്റീവ്ലി. ഇത് രണ്ടും നമുക്കൊരു എക്സ്പെൻസ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു എമൗണ്ട് ആണ്, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുന്നു 800, 1,200, നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് 2,000 ആണ്. അപ്പോൾ ആദ്യം സേവിങ്സ്, 2 സേവിങ്സ് നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് 6,500 കിട്ടുന്നു. അത് നമുക്ക് കിട്ടുന്ന ഒരു സേവിങ്സ് ആണ്, നമുക്ക് ഓർഗനൈസേഷനോട്ട് വരുന്ന ഒരു ഇൻഫ്ലോ ആണ്. അതേപോലെ കോസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ 800ഉം 1,200 നമ്മൾ നോക്കുമ്പോൾ അതൊരു ഔട്ട്ഫ്ലോ ആണ്, ലൈക്ക് നമുക്കൊരു ഓർഗനൈസേഷൻ ഒരു എക്സ്പെൻസ് ആണ്. Therefore, the total net cash inflow equals 6,500 minus 2,000, 4,500 ആണ്. നമുക്ക് ലഭിച്ച ഇൻഫ്ലോസും അല്ലെങ്കിൽ സേവിങ്സ് മൈനസ് നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ നോക്കുമ്പോൾ
6,500 മൈനസ് 2,000 4,500 ആണ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഫോർ മെഷീനറി എം. പേ ബാക്ക് പീരീഡ് നമുക്ക് ഫോർമുല ഓൾറെഡി അറിയാം. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. അതായത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്ന 9,000 ആണ്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്ന് 4,500. 9,000 ഡിവൈഡഡ് ബൈ 4,500 2 years. അതാണ് മെഷീനറി എമ്മിൻ്റെ പേ ബാക്ക് പീരീഡ്. ഇതേ പ്രൊസീജിയർ തന്നെ മെഷീനറി എന്നിനും യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ലഭിച്ച ടോട്ടൽ സേവിങ്സ് എത്രയാണ്? 800 ഇൻ സ്ക്രാപ്പ്, 8,000 ഇൻ ഡയറക്റ്റ് വേജസ്. നമുക്ക് ടോട്ടൽ സേവിങ്സ് വരുന്നത് 8,800 ആണ്. ടോട്ടൽ ഇൻഫ്ലോ വരുന്നത് 8,800 ആണ് മെഷീനറി എന്നിൽ. ഇനി നമുക്ക് വന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. 1,000 rupees ഇൻ മെയിൻ്റെനൻസ്, 1,800 rupees ഇൻ സൂപ്പർവിഷൻ. ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ഓർഗനൈസേഷൻ മീറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് 1,000 + 1,800 2,800 rupees മെഷീനറി എന്നിന്. അപ്പോൾ മെഷീനറി എന്ന് കൊണ്ട് നമുക്ക് ലഭിച്ച സേവിങ്സ് 8,800 അതേപോലെ നമുക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസ് 2,800 ആണ്. Therefore, total net cash inflow for machinery N equals 8,800 minus 2,800, that is 6,000 rupees. നമ്മുടെ ഫോർമുല ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്നാണ്. നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻഫ്ലോസിൽ നിന്ന് നമുക്ക് ഏതൊക്കെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, ഏതൊക്കെ എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ടാണ് നെറ്റ് വരുന്നത്, നെറ്റ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സേവിങ്സിന് എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ട് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പേ ബാക്ക് പീരീഡ് ഫോർ മെഷീനറി എൻ ഈക്വൽസ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, ദാറ്റ് ഈസ് 18,000 ഡിവൈഡഡ് ബൈ 6,000 3 years. അപ്പോൾ പേ ബാക്ക് പീരീഡ് ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ മെഷീനറി എം ഹാസ് എ ഷോർട്ടർ പീരീഡ് 2 years when compared to machinery N 3 years. Therefore, machinery M is acceptable for the organization. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 4 marks അല്ലെങ്കിൽ 6 marks 4 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ഇത് ചോദിക്കാവുന്നതേ ഉള്ളൂ, റിപ്പീറ്റഡായിട്ട് ചോദിച്ചു വരുന്നതാണ്. കാരണം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസറാണിത് പേ ബാക്ക് പീരീഡിൽ വരുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു ഫോർമുല അപ്ലൈ ചെയ്താൽ മാത്രമേ മതി, കോൺസെപ്റ്റ് മനസ്സിലായിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പേ ബാക്ക് പീരീഡ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ബി തറോ വിത്ത് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ARR അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. A Limited is considering the purchase of a machine for rupees 60,000 which is likely to yield following future benefits in the next 5 years. The machine will have salvage value 10,000 rupees. There is increase in net working capital on account of purchase of the machine by rupees 5,000. Year 5 വർഷമാണ് വരുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിരിക്കുന്നത് PAT എന്നാണ് തന്നിരിക്കുന്നത്, അത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നാണ്. ഇയർ 1 5,000, ഇയർ 2 8,000, ഇയർ 3 10,000, ഇയർ 4 9,000, ഇയർ 5 8,000. Advise using ARR method whether the machine be purchased if the required rate of return is 25%. ARR ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. അതിൻ്റെ ഫോർമുലാസ് ഞാൻ ഒന്ന് റിവൈസ് ചെയ്യാം. ARR ഈക്വൽസ് ആവറേജ് ഇൻകം ഓർ റിട്ടേൺസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ആവറേജ് ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ് വരുന്നത് അതിനെ ടോട്ടൽ അപ്പ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് എന്തായാലും ആവറേജ് ലഭിക്കും. ഇനി ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽസ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഇനി അഥവാ നമുക്ക് കറക്റ്റായിട്ട് ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ചിട്ട് വേണം ARR കണ്ടുപിടിക്കുന്നത്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ, അങ്ങനെ നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഇനി
അഥവാ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് അഡീഷണലായിട്ട് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽസ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ പ്ലസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഒന്നുകൂടി പറയാം, ഇഫ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ പ്ലസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർമുല വരുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ ടോട്ടൽ 5 വർഷത്തെ നമുക്ക് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് 5,000 ആണ് വന്നിരിക്കുന്നത്. മെഷീനറിയുടെ കോസ്റ്റ് വന്നിരിക്കുന്നത് 60,000 ആണ്. അതേപോലെ മെഷീനറിയുടെ സാൽവേജ് വാല്യൂ അതല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ 10,000 റുപ്പീസാണ്. ARR മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു അഡ്വൈസ് കൊടുക്കേണ്ടത്, മെഷീനറി വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത്. ARR എപ്പോഴും റേറ്റ് ഓഫ് റിട്ടേൺ ബേസിസിലാണ് നമ്മൾ പറയുക. പേ ബാക്ക് പീരീഡ് വർഷക്കണക്കിലാണെങ്കിൽ ARR റിട്ടേണിൻ്റെ ബേസിസിലാണ്, റേറ്റ് പെർസെൻറ്റേജിൻ്റെ ബേസിസാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ARR ഈക്വൽസ് ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. നമ്മൾ നോക്കിയിട്ടുള്ള ഫോർമുല ആവറേജ് ഇൻകം ഓർ റിട്ടേൺ ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം ARR അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എപ്പോഴും ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏർണിങ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പുതിയൊരു ഫോർമുല പോലെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. രണ്ടും സെയിം ആണ്. ARRനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഏണിങ്സ് നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും ആഫ്റ്റർ ടാക്സ് ആണ്. ടാക്സ് കുറച്ചിട്ടുള്ള ഏണിങ്സ് ആണ് അല്ലെങ്കിൽ ടാക്സ് കുറച്ചിട്ടുള്ള ഇൻഫ്ലോ ആണ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആവറേജ് ആനുവൽ ഇൻകം ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 5 വർഷം 5,000 പ്ലസ് 8,000 പ്ലസ് 10,000 പ്ലസ് 9,000 പ്ലസ് 8,000 നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഫ്ലോസ് എത്രയാണ് അതിൻ്റെ ടോട്ടൽ അപ്പ് ചെയ്യുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 40,000 റുപ്പീസാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ ദ മെഷീനറി ഈസ് ഈക്വൽസ് 5 ഇയേഴ്സ്. ദെർഫോർ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് റിട്ടേൺ ഈക്വൽസ് 40,000 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 8,000 റുപ്പീസ്. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആണ് ഫോർമുല. ഇനി എപ്പോഴെങ്കിലും സ്ക്രാപ്പ് വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ ഫോർമുലയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരും. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ പ്ലസ് നെറ്റ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്കിതിൽ നോക്കാം. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 60,000 റുപ്പീസാണ്. സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ വരുന്നത് 10,000 റുപ്പീസാണ്. അതേപോലെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 5,000 റുപ്പീസാണ്. Therefore, applying the formula 60,000 minus 10,000 divided by 2 plus 10,000 plus 5,000 ആണ്. ഇവിടെ 10,000 സ്ക്രാപ്പ് വാല്യൂ ആണ്, 5,000 നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, 60,000 ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. Therefore, 60,000 minus 10,000 divided by 2 എന്ന് പറയുന്നത് 25,000 പ്ലസ് 5,000 പ്ലസ് 10,000. ടോട്ടൽ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 40,000 റുപ്പീസാണ്. നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിച്ചു. ആൻഡ് ഓൾസോ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ആവറേജ് ആനുവൽ ഇൻകമും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 8,000 റുപ്പീസും അതേപോലെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 40,000 റുപ്പീസാണ്. Therefore, average rate of return അല്ലെങ്കിൽ ARR equals 8,000 divided by 40,000 into 100, that is 20%. Advice നമ്മൾ കൊടുക്കുന്നത് the machinery shall not be purchased as it is offering less rate of return than the expected rate of return. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Advise using ARR method whether the machine to be purchased if the required rate of return is 25%. നമ്മൾ ഓർഗനൈസേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ മെഷീനറി വാങ്ങിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് റിട്ടേൺ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഓർഗനൈസേഷണൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അത് 25% ആണ്.
ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് ഈ മെഷീനറി കൊണ്ട് നമുക്ക് 25% റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കിട്ടേണ്ടത്. പക്ഷേ ARR ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആകെ ലഭിക്കുന്ന അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ 20% മാത്രമേ ഉള്ളൂ. Therefore എക്സ്പെക്റ്റഡ് നമുക്ക് 25ഉം നമുക്ക് ലഭിക്കുന്നത് 20 ആയതുകൊണ്ട് ദ മെഷീനറി ഈസ് നോട്ട് ടു ബി പർച്ചേസ്ഡ്. ഇതേപോലെ തന്നെ ARRനെ ബേസ് ചെയ്തിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിറ്റർമൈൻ ARR ഫോർ മെഷീനറി A ആൻഡ് B. മെഷീനറി എയും മെഷീനറി ബിയും തന്നിട്ടുണ്ട്. മെഷീനറി എയുടെ ഞാൻ വായിക്കാം. ഒറിജിനൽ കോസ്റ്റ് 56,125, അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 5,000 rupees, എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ ഇയേഴ്സ് 5 year, എസ്റ്റിമേറ്റഡ് സാൽവേജ് വാല്യൂ 3,000, ആവറേജ് ഇൻകം ടാക്സ് റേറ്റ് 55%, annual estimated income after depreciation and tax, first year 3,375, second year 5,375, third year 7,375, fourth year 9,375, fifth year 11,375. മെഷീനറി ബിയുടെ ഞാൻ വായിക്കാം. ഒറിജിനൽ കോസ്റ്റ് 56,125, അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 6,000, estimated life in years 5 years, estimated salvage value 3,000, average income tax rate 55%, annual estimated income after depreciation and tax, first year 11,375, second year 9,375, third year 7,375, fourth year 5,375, fifth year 3,375. Depreciation has been charged on straight line basis. നമുക്ക് ഓൾറെഡി ARRൻ്റെ ഫോർമുല നമുക്കറിയാം. ARR ഈക്വൽസ് ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ ആവറേജ് ഏർണിങ്സ് ഓർ റിട്ടേൺസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് ARRൻ്റെ ഫോർമുല വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മെഷീനറി എയും മെഷീനറി ബിയും തന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെഷീനറി എയുടെ നമുക്ക് ആവറേജ് ഇൻകം അല്ലെങ്കിൽ ആവറേജ് ഏർണിങ്സ്, അതല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഡിഫറെൻറ്റ് പേരാണ് വരുന്നത്. പക്ഷേ സെയിം കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്, സെയിം കാര്യമാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ മെഷീനറി എയുടെ ആവറേജ് ഏർണിങ്സ് നമുക്ക് നോക്കാം. നമുക്ക് ടോട്ടൽ ഏർണിങ്സ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 36,875. 5 വർഷമാണ് മെഷീനറി എയുടെ ലൈഫും വരുന്നത്. Therefore ആവറേജ് ഇൻകം ഫോർ മെഷീനറി എ ഈക്വൽസ് 36,875 divided by 5, 7,375. മെഷീനറി ബിയുടെ ആവറേജ് ഇൻകം നോക്കാം. ടോട്ടൽ ഇൻകം ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് ഫോർ മെഷീനറി ബി ഈക്വൽസ് 36,875. അതേപോലെ മെഷീനറി ബിയുടെ ലൈഫ് വരുന്നത് 5 years ആണ്. Therefore ആവറേജ് ഇൻകം ഫോർ മെഷീനറി ബി ഈക്വൽസ് 36,875 divided by 5, that is 7,375. അപ്പോൾ മെഷീനറി എൻ്റെയും ബിയുടെയും നമുക്ക് ആവറേജ് ഇൻകം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഫോർമുല അറിയാം. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സ്ക്രാപ്പ് വാല്യൂ പ്ലസ് അഡീഷണൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ മെഷീനറി എയുടെ നമുക്ക് നോക്കാം. മെഷീനറി എ കോസ്റ്റ് വരുന്നത് 56,125 ആണ്. ഇതിൻ്റെ സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ വരുന്നത് 3,000 rupees ആണ്. അതേപോലെ അഡീഷണൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 5,000 rupees ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ്ലി അപ്ലൈയിങ് ടു ദ ഫോർമുല 56,125 മൈനസ് 3,000 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 5,000 പ്ലസ് 3,000. ഇവിടെ 56,125 ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്, 3,000 സ്ക്രാപ്പ് വാല്യൂ, 5,000 rupees നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. Therefore 26,562.5 പ്ലസ് 8,000, അതായത് മെഷീനറി എയുടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നത് 34,562.5. അതേപോലെ തന്നെ മെഷീനറി ബി നമുക്ക് നോക്കാം. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർമുലയിൽ മാറ്റമില്ല. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ 2 പ്ലസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ ഡയറക്റ്റ്ലി അപ്ലൈയിങ് ദ ഫോർമുല 56,125 minus 3,000 divided by 2 plus 6,000
പ്ലസ് 3000. ഇവിടെ 56,125 ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 3000 സ്ക്രാപ്പ് വാല്യൂ ആണ്. 6,000 അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഫോർമുല അപ്ലൈ ചെയ്യുന്നു. 26,562.5 പ്ലസ് 9,000. മെഷീനറി ബിയുടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നത് 35,562.5 ആണ്. അപ്പോൾ നമുക്ക് മെഷീനറി എ ആയാലും ബി ആയാലും ഈ രണ്ട് മെഷീനറീസിൻ്റെയും ആവറേജ് ഏർണിങ്സ് ആൻഡ് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ARR ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ARR ഈക്വൽസ് ആവറേജ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. ഫോർ മെഷീനറി എ 7,375 divided by 34,562.5 into 100, that is 21.34%. അതേപോലെ മെഷീനറി ബി വരുമ്പോൾ 7,375 into 100 divided by 35,572.5 equals 20.74%. ARR for machinery A 21.34%, ARR for machinery B 20.74%. Therefore, according to ARR method, the machinery to be accepted or to be recommended is machinery A, which has a higher ARR, that is 21.34%. അപ്പോൾ ARRനെ ബേസ് ചെയ്തിട്ട് അതേപോലെ പേ ബാക്ക് പീരീഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി വർക്കൗട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ.